എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി നമുക്ക് ഇതിനകത്ത് പ്രതിസ്ഥാനം നിർത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ട് വരുമ്പോൾ നിർത്ത് എന്ന് പറഞ്ഞാലായിരിക്കും അതിനകത്തൊരു അസ്വാഭാവികത ഉള്ളത്. ആലോചിച്ചു നമ്മളെ കന്യാകുമാരി ഗുഹയ്ക്കകത്ത് 4 ക്യാമറയും 4 ചുറ്റി നരേന്ദ്രമോദി നടത്തിയൊരു ഷോ നമ്മളെ മനസ്സിനകത്തുണ്ട്. അത് എന്തൊരു വൈകൃതമായിരുന്നു അത് ജനാധിപത്യം. നരേന്ദ്രമോദിയെ ചാരി പിണറായി വിജയൻ അടിക്കണോ? അല്ല, അങ്ങനല്ല, ആ തരത്തിലല്ല പറഞ്ഞത്. ആ ഒരു തലത്തിൽ കാണരുത്. ഇത് ഇദ്ദേഹം അറിയാത്തൊരു സാധനം ഇവർ തയ്യാറാക്കി അവതരിപ്പിച്ചു. ആ തയ്യാറാക്കി അവതരിപ്പിച്ചപ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അല്ലെങ്കിൽ പാട്ട് മോശമായിരുന്നെങ്കിൽ ഇപ്പം ആരും ചർച്ച ചെയ്യില്ല. ഈ പാട്ടിന് ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടത്. അതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പണ്ടും ഇപ്പൊ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ പറഞ്ഞതിൽ സൗന്ദര്യമില്ലേ? കാലത്തിനനുസരിച്ച് മാറണ്ടേ? എപ്പോഴും നമുക്ക് പഴയതുപോലെ. കാരണം ഇപ്പൊ ഒരുപാട് മാറ്റം വന്നില്ല. ലോകം മാറിയില്ലേ? ലോകം മാറി എങ്ങനെയാണ് ആ മാറ്റം? വലത്തോട്ടാണ്, വ്യക്തി കേന്ദ്രീകൃതമായി ഏതെങ്കിലും ഒരു ബിംബങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മാറ്റമാണ് വരുന്നത്. കൃത്യമായ ചർച്ചകൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാണ് എന്റെ വിശ്വാസം. ശരി, അപ്പൊ പഴയ നമുക്കിപ്പോ പട്ടും വളയും പോയിട്ട് പുട്ടും കടലയും പോലും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ ഇപ്പോ നമ്മൾ 30-35 കൊല്ലം മുമ്പാണ് ശ്രീനിവാസനും അതുപോലെ തന്നെ സത്യനന്ദിക്കാടും കൂടി സന്ദേശം എന്ന് പറഞ്ഞ സിനിമ ഇറക്കുന്നത്. ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സറ്റയറായിട്ട് നമ്മൾ കാണുന്നത് ഈ സന്ദേശമാണ്. ആ സന്ദേശത്തിൽ ശ്രീനിവാസൻ പെണ്ണ് കാണാൻ പോകുന്ന രംഗമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം വധുവിനോട്, നവവധു ആവാൻ പോകുന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ഒരു രക്തഹാരം ഞാൻ അങ്ങോട്ടിടും, ഒരു രക്തഹാരം ഇങ്ങോട്ടിടും, അതിനുശേഷം ഞങ്ങളുടെ സഖാക്കൾ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലുമെന്ന്. ഈ 35 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് ശ്രീനിവാസൻ ഇത് എഴുതുന്നെങ്കിൽ രക്തഹാരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ സഖാക്കൾ പിണറായി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും എന്ന് എഴുതിയേനല്ലേ? അങ്ങനെ നമുക്ക് ഇതിനകത്ത് ആ ഒരു തലത്തിലേക്ക് അഭിലാഷെ കാണണോ? എനിക്ക് വീണ്ടും അതാണ് സംശയം. നമ്മൾ ഈ ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലല്ല, എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. അത് ഏറെയും കുറഞ്ഞു ഇരിക്കും. കേരളത്തിൽ എനിക്ക് തോന്നുന്നത്, നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ മൊത്തത്തിൽ വലിയ ആഗോളതലത്തിൽ പറഞ്ഞു വേണ്ടത്, ഇന്ത്യയിൽ മൊത്തത്തിലൊരു നമ്മുടെ ജനാധിപത്യ സംവിധാനം എടുത്താൽ അല്പമെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യവും ഈവൻ മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളൊരു സംസ്ഥാനം കേരളമാണ്. അതില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചൂടെ? ഈ മാറ്റങ്ങൾ വരുമ്പോൾ മാറ്റത്തിനകത്ത് അല്പമെങ്കിലും പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരേ ഒരിടം കേരളമല്ലേ? അങ്ങനെയെങ്കിലും നമുക്ക് കാണാമല്ലോ. മറ്റു വിഷയങ്ങളൊക്കെ ശരിയായിരിക്കും, ചിലപ്പം അത് അവർ ചർച്ച ചെയ്തോട്ടെ. അതിനകത്ത് എത്രത്തോളം ശരിയുണ്ട് തെറ്റും അതിനെ ഞാൻ തർക്കിക്കുന്നില്ല. എൻ്റെ ഒരു ആംഗിൾ അതാണ്.